മീൻ കിട്ടാനില്ല എന്ന് പറഞ്ഞ് ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ ഇന്നലെ ഒരു അപ്പൂപ്പനെ കണ്ടുട്ടോ മീൻ പിടിക്കാൻ പോകുമ്പോഴത്തേക്കും പിടിച്ചോണ്ട് തരാമോ എന്ന് ചോദിച്ച് ഒന്നും പറഞ്ഞില്ല. ഞാൻ പക്ഷേ ട്യൂണ അങ്ങനെ കഴിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ മീനുകൾ ഏതെങ്കിലും പിടിച്ചോണ്ട് തരുവാണെങ്കിൽ താ ബേബേ എന്ന് പറഞ്ഞു. പുള്ളിക്ക് അങ്ങനെ വയ്യാത്തതുകൊണ്ട് ഇപ്പോൾ മീൻ പിടിക്കാൻ പോകാറില്ല. ഇപ്പോൾ ഇവിടെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് പുള്ളി സാധാ ചൂര മീനില്ലേ അതാട്ടോ പിടിച്ചുകൊണ്ട് വരുന്നത്, മറ്റേ മോതയല്ല, ട്യൂണ. അപ്പം ഞാൻ എന്നിട്ട് പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ രാവിലെ വെള്ളം എടുക്കാൻ പോയി നടക്കാൻ പോകുന്ന സമയത്താണ് ബേബേനെ കണ്ടത്. അപ്പോൾ ഞാൻ തിരിച്ചിങ്ങ് പോന്നു. അപ്പോൾ ബേബിയുടെ മോനോടുത്ത് ഞാൻ പറഞ്ഞു എന്നെ വിളിച്ച് പറയണം മീൻ കിട്ടുവാണെങ്കിൽ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ മീനൊക്കെ വൃത്തിയാക്കിയിട്ട് നമുക്ക് കറി വയ്ക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ സ്കൂളിൽ വിട്ട് വന്ന് 2 മണിയായപ്പോഴത്തേക്കും ഒന്ന് മയങ്ങിയപ്പോഴത്തേക്കും ആ കൊച്ചെന്നെ വിളിച്ചിട്ട് പറഞ്ഞു മിസ്സേ ഇങ്ങനെ അച്ഛൻ മീൻ കൊണ്ടുവന്നിട്ടുണ്ട്, ചെല്ലാൻ പറഞ്ഞു, ഇപ്പം തന്നെ ചെല്ലാൻ പറഞ്ഞു, വേണമെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ പറയാൻ പറഞ്ഞു. ഇങ്ങനെ മാനിയാമസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അതിൻ്റെ ഇംഗ്ലീഷ് പേര് അറിയില്ല കേട്ടോ. അപ്പോൾ അത് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ നാട്ടിലെ മീൻ പോലത്തെ ഒരു മീനാണ്, വറക്കുട പോലത്തെ ഒരു മീനാണ്. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് കുടയും സൺഗ്ലാസ്സൊക്കെ എടുത്ത് വെച്ച് ആ വീട്ടുകാർ ചെന്നപ്പോഴത്തേക്കും വേറെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീനുകളെ കണ്ടിട്ടോ. ഞാൻ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ മീൻ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു ഓലവാലനോ അങ്ങനെ എന്തോ പോലത്തെ ഒരു മീനുണ്ടായിരുന്നു, അതും ഉണ്ടായിരുന്നു. അത് ഭയങ്കര ടേസ്റ്റാണെന്ന് അവർ പറഞ്ഞു. പിന്നെ അങ്ങനെ 3 ടൈപ്പ് മീൻ ഞാൻ മേടിച്ചുകൊണ്ട് വന്നു. പിന്നത്തെ പണിയെന്ന് വെച്ചാൽ പുള്ളി എനിക്കെല്ലാം കട്ട് ചെയ്ത് തന്നു. കാരണം എൻ്റെ അടുത്ത് കത്തിയില്ല, മൂർച്ചയുള്ള കത്തിയില്ല. നല്ല വയസ്സായ അപ്പൂപ്പനാണെങ്കിലും പുള്ളി എനിക്കതെല്ലാം കട്ട് ചെയ്ത് കഷ്ണാക്കി അതിൻ്റെ വാലും തലയും മുള്ളൊക്കെ കളഞ്ഞു തന്നു. പിന്നത്തെ എൻ്റെ പണിയെന്ന് വെച്ചാൽ ഇതുപോലെ കഴുകി കൊണ്ടുവന്ന് വൃത്തിയാക്കി അതിൻ്റെ ചോരയും ഒക്കെ കളഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ ചോര പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കളയുക. പിന്നെ അതിന് നമുക്ക് ആവശ്യത്തിന് കഷ്ണങ്ങളാക്കി കുഞ്ഞാക്കി മുറിച്ച് വേറെ ഐസ്ക്രീം ബോട്ടിൽസ് ഞാൻ ഇതിനു വേണ്ടി വെച്ചേക്കണതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി ആവശ്യത്തിന് ഇത് ഡിപ്പ് ചെയ്യാനുള്ള വെള്ളം ഇട്ട് വെക്കുകയാണെങ്കിൽ കുറേ ദിവസത്തെ ഫ്രഷായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ആ പരിപാടിയും തീർത്തു. അപ്പോൾ ഏറ്റവും സങ്കടം എന്ന് വെച്ചാൽ ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നില്ല, അതാണ് ഏറ്റവും വലിയ സങ്കടം. പിന്നെ ഓക്കെ തണുത്തിരിക്കും, അങ്ങനെ ഐസ് പോലെ ആവത്തൊന്നുമില്ല. പിന്നെ ഇത് വാഴയിലയിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ നീർവാണ പോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വെച്ചാട്ടോ ഞാൻ മേടിച്ച്. എനിക്ക് അത്ര ഇഷ്ടമൊന്നും അല്ല ഇങ്ങനെ മീൻ കഴിക്കുന്നത്, പക്ഷെ എന്നാലും കിട്ടിയപ്പോൾ പ്രോട്ടീനല്ലേ, അതും ഫ്രഷ് ഫിഷ് രാവിലെ പിടിച്ചുകൊണ്ട് വന്ന് വഞ്ചിയിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് തരുന്നതാണ്. ഇത്രയും മീനിന് ഞാൻ ആകെ കൊടുത്തത് 20 റുപ്യ, അതായത് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 120 രൂപ. ഒരു നല്ല ക്വാണ്ടിറ്റി മീനുണ്ടായിരുന്നു കേട്ടോ എനിക്ക്. ആ കിടക്കണാണ് ട്യൂണ, അതെനിക്ക് ഇഷ്ടമല്ലേ, അത് ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനാണ്. അത് എനിക്കത് കണ്ണെടുത്തൊക്കെ മീൻ. ഞാൻ ഈ കണ്ണ വലിയ മീനുകളിലത്തെ ഒരെണ്ണവും പിന്നെ വേറൊരു മീനാണ് മേടിച്ചത്. അങ്ങനെ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചു കേട്ടോ.